മെസ്സേജ് അയച്ചാൽ മതി, സിനിമയുടെ ലിങ്ക് തരാം, മാർക്കോ വ്യാജപ്പതിപ്പ്, നിർമ്മാതാക്കളുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. വ്യാജപ്പതിപ്പ് പുറത്തു വന്ന സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ആലുവ സ്വദേശിയായ യുവാവിനെ എറണാകുളം സൈബർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ എല്ലാ പ്രവാസികളും ടെലഗ്രാമിലൂടെ ഇവിടെ എല്ലാവരും കണ്ടു. ആഹാ, എന്ത് തൻ്റെ ഇടത്തോടെയാണ് പറയുന്നത്. ആ സിനിമ ടെലഗ്രാമിലൂടെ എല്ലാവരും കണ്ടു എന്നുള്ളത്. ഇതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ദ പണിഷ്മെൻറ്റ് ഫോർ മൂവി പൈറസി ഇൻ ഇന്ത്യ ഈസ് അപ് ടു 3 years ഇൻ പ്രിസൺ, 3 വർഷം ജയിൽ ശിക്ഷയും ആൻഡ് എ ഫൈൻ അപ് ടു എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം മാർക്കോ മൂവിയാണ്. ഈ മാർക്കോ മൂവി ഇറങ്ങിയപ്പോൾ തൊട്ട് പല ആളുകൾക്കും പല സൈഡിൽ നിന്നും പല തരത്തിലുള്ള കടികളാണ്. എങ്ങനെ ഈ സിനിമയെ പൊളിക്കണം, അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദനോടും ഈ സിനിമയോടുമുള്ള അഭേദ്യമായ അസൂയാണ് ഇതിനെല്ലാം കാരണമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഇതേ തുടർന്ന് ARM മൂവിയൊക്കെ പോലെ തന്നെ ഒരു പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്ടർ, ആ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ വളരെ കഷ്ടപ്പെട്ട ഒരു സിനിമ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുമ്പോഴത്തേനും അതിനകത്തിരുന്നിട്ട് ഷൂട്ട് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കും. പൈറസി എന്നതിനെ അറിയപ്പെടും. അത്തരത്തിൽ മാർക്കോ മൂവിയുടെ പൈറേറ്റഡ് പ്രിന്റ് പുറത്ത് വിട്ടതിനായിട്ട് ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിനു മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മനോരമ ന്യൂസിൽ വന്നൊരു ന്യൂസായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, സിനിമയുടെ ലിങ്ക് തരാം, മാർക്കോ വ്യാജപ്പതിപ്പ്, നിർമ്മാതാക്കളുടെ പരാതിയിൽ കൊച്ചി സൈബർ പോലീസ് കേസെടുത്തു. വ്യാജപ്പതിപ്പ് പ്രചരിപ്പിച്ചത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴി. എന്നെ പാടാണ് ഈ മലയാളം. ഓക്കെ, അപ്പോൾ അതിനെ തുടർന്ന് ഇന്നൊരു പയ്യനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അറസ്റ്റ് ചെയ്ത മഹാന്റെ വീഡിയോ ഒന്ന് കാണാം. വ്യാജപ്പതിപ്പ് പുറത്തു വന്ന സംഭവത്തിൽ ഇപ്പോൾ ഒരാൾ പിടിയിലായിട്ടുണ്ട്. ആലുവ സ്വദേശിയായ യുവാവിനെ എറണാകുളം സൈബർ പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആലുവ സ്വദേശിയായ അക്വിബ് ഹനാനാണ് പിടിയിലായത്. 21 വയസ്സാണ് പ്രായം. ടെലിഗ്രാം ആപ്പ് വഴി ഈ സിനിമയുടെ മാർക്കോ സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിപ്പിച്ചതിൽ ഈ അക്വിബ് ഹനാനാണ് എന്നാണ് സൈബർ പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇത് കേന്ദ്രീകരിച്ച്, അതായത് ഇതിന്റെ റൂട്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് എന്ന് പറയുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാവായ ഷെരീഫ് മുഹമ്മദ് പോലീസിൽ പരാതി നൽകിയിരുന്നത് ഈ വ്യാജ പതിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് വഴി വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം സിനിമയ്ക്ക് ഉണ്ടായി എന്നുള്ളതായിരുന്നു. ഇക്കാര്യത്തിലാണ് പരിശോധന പോലീസ് നടത്തിയത്. ഇനി അറിയേണ്ടത് ഇയാൾ തന്നെയാണോ ഈ സിനിമ തിയേറ്ററിൽ പോയി ചിത്രീകരിച്ചത്, അതോ മറ്റാരെങ്കിലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്വാഭാവികമായും ഇനി ഒരു വ്യക്തത വരേണ്ടത്. നീ എന്ത് തേങ്ങയുടെ കാണിക്കുന്നത്? കഷ്ടപ്പെട്ട ഒരാളൊരു സിനിമ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരാൻ എന്തൊരു പാടാ. അത് പടം കൊള്ളൂല്ലേ, നീ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കണ്ട. പടം കൊള്ളാമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട് വിജയിപ്പിക്കും. വെറുതെ ഇങ്ങനെ പൈറേറ്റഡ് പ്രിന്റ് ഉണ്ടെന്ന് നാട്ടുകാരൊക്കെ കാണിച്ച് നീ പോലീസിന്റെ മുമ്പിൽ ഇന്നാ സാറേ പിടിച്ചോ എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇത് മാത്രമല്ല, നമ്മൾ അതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ വാർത്ത വന്നതിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുത്തുബ്രോ കമന്റ് ചെയ്തേക്ക് കേട്ടോ, ഞങ്ങളിവിടെ എല്ലാ പ്രവാസികളും ടെലഗ്രാമിലൂടെ ഇവിടെ എല്ലാവരും കണ്ടു. ആഹാ, എന്ത് തൻ്റെ ഇടത്തോടെയാണ് പറയുന്നത്. ആ സിനിമ ടെലഗ്രാമിലൂടെ എല്ലാവരും കണ്ടു എന്നുള്ളത്. വിദേശത്തായതുകൊണ്ട് നിങ്ങൾക്ക് സേഫ് ആണെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. എന്നിരുന്നാലും ടെലഗ്രാമിലൂടെ ഈ ഒരു സിനിമയുടെ വ്യാജ പതിപ്പ് പ്രചരിക്കുന്നുണ്ട് എന്നൊരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ ഒരു സാധനത്തിൽ യാതൊരു കുറ്റബോധവും പുള്ളിക്കില്ല. ടെലഗ്രാമിൽ വന്നു, ഞാൻ കണ്ടു, ഞങ്ങളെല്ലാവരും കണ്ടു, എന്താ കുഴപ്പം? ആ ഒരു മൈൻഡ് സെറ്റിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഫേസ്ബുക്കിൽ ചുമ്മാ ഈ മാർക്കോ മൂവി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടും ഈ മാർക്കോ മൂവിയുടെ പൈറേറ്റഡ് പ്രിന്റ്. മാർക്കോ 2024 ഫുൾ മൂവി ഓൺലൈൻ കിട്ടും, അതിനകത്ത് കിട്ടും സംഭവം. ഇനി അതുമല്ല, നമ്മൾ ഒരു വെബ്സൈറ്റ് ചുമ്മാ ഗൂഗിളിൽ പോയി മാർക്കോ മൂവി എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലും കിട്ടും സാധനം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സിനിമയുടെ വ്യാജ പ്രിന്റ് വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാധനം ശരിക്കും നിർത്തലാക്കിയ ഒരു സാധനമാണ്, നിർത്തലാക്കേണ്ട ഒരു സാധനമാണ്, നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമാണ്. ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അങ്ങനൊരു ബോധമുണ്ട്. നമ്മൾ ഇടയ്ക്ക് എൻ്റെയൊക്കെ ഒരു ഇച്ചിരി ചെറുപ്പകാലത്തിലായിരുന്നു ഈ തമിഴ് റോക്കേഴ്സിൽ സിനിമ വരുമ്പോഴേ തിയേറ്റർ പ്രിന്റ് ഇട്ട് കാണുക. നമ്മൾ നല്ല സിനിമ നല്ല ക്വാളിറ്റിയിൽ നല്ല പ്രിന്റിൽ തിയേറ്ററിലിരുന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു സുഖമുള്ളൂ. OTT കണ്ടാൽ പോലും ആ ഒരു ഫീല് കിട്ടത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എങ്ങനെയെങ്കിലും ഈ സിനിമ ഒന്ന് കണ്ടാൽ മതി. അങ്ങനെ അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ ഒരു ആസ്വാദനം ഇല്ലാത്ത എന്താ? ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തിയേറ്ററിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും, OTTക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും.
തിയേറ്ററിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ അവിടെ ഇരുന്ന് കണ്ടെങ്കിൽ ആ ഫീൽ കിട്ടും. അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പൈറേറ്റഡ് പ്രിൻ്റായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊരു സുഖമാണ് കിട്ടുന്നത്. എനിക്കത് മനസ്സിലായിട്ടില്ല, എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. എന്താണ് ഈ തിയേറ്റർ പ്രിൻ്റ്? അതിനകത്ത് ആൾക്കാർ എണീറ്റ് നടന്നു പോകുന്നത് കിട്ടും, കയ്യടിയും കൂവലും എല്ലാം കിട്ടത്തില്ലേ? അപ്പോൾ പിന്നെ എന്ത് സുഖമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി 21 വയസ്സുള്ളൊരു പയ്യനാണ് ഈ ഒരു മൂവി പൈറേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതിന് പിടിയിലായിരിക്കുന്നത്. അതായത് ബേസിക്കലി ഈ സിനിമയോട് ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ജാഫർ ഇടുക്കിയുടെ മാർക്കോ കൂർക്കോ, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ വെട്ടും കുത്തൊന്നുമില്ലാത്ത ക്ലീൻ പടം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഈ മാർക്കോയ്ക്കെതിരെ സിനിമാ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട്. ഈ സിനിമാ ലോകത്തുള്ളവരെല്ലാം പറയും അശ്വിന്ത് ഗോക്ക് റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ പടം പൊട്ടുന്നത്, അശ്വിന്ത് ഗോക്ക് അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ പടം പൊട്ടുന്നത്. നിങ്ങൾ തന്നെ അവിടെ കിടന്ന് തമ്മി കുത്താണ്. ED വിജയിക്കാൻ വേണ്ടി മാർക്കോയെ കുത്തി പറയുന്നു. ജാഫർ ഇടുക്കിയൊക്കെ എന്തോ ഒരു നടൻ, പുള്ളിക്കാരൻ മാർക്കോയെ കുറ്റം പറയുന്നു. നിങ്ങൾ തമ്മിൽ തന്നെ തൊഴുത്തിക്കുത്താണ്. എന്നിട്ട് റിവ്യൂ പറയുന്നവന്മാർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് പടം പൊട്ടി എന്ന് പറയുന്ന വലിയ യാഥാർത്ഥ്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി അത് മാത്രമല്ല, ഈ സിനിമയിൽ ഉണ്ണിമൂന്നൻ പെട്ടെന്നാണ് കയറി ഗ്രോത്ത് ആയി. ഇത്രയും നാളൊരു സംഗീത് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു, പെട്ടെന്ന് ആശാൻ കയറി അങ്ങ് സ്റ്റാറായി. അതിനോട് പലർക്കും അതിയായ വിരോധമുണ്ട്. ഇനി ഇത്തരത്തിൽ മൂവി പ്രിൻ്റ് എടുത്ത് കൊണ്ടിരുന്ന ഇത് തിയേറ്ററിൽ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണല്ലോ, അത് തിയേറ്ററുകാരുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റൂടെ? നമ്മളിവിടെ രേവതിയിലും രാംരാജിലും ഒക്കെ കാലിന് മേളിൽ കാല് വെച്ചിരുന്നാൽ തന്നെ അവർ ഓടി വരും, സാർ കാലിന് മേളിൽ കാല് വെക്കില്ല, ഞങ്ങളുടെ ചേർ നശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ അവിടെ ക്യാമറയും സെറ്റപ്പും ഉള്ള സമയത്ത് ഒരു സിനിമ എങ്ങനെ അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അത് തിയേറ്ററുകാരുടെ അറിവോടെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഇതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, തിയേറ്ററിൻ്റെ ക്യാബിനിൽ ഇരുന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവും. ഇനി ഇത്തരത്തിൽ പൈറേറ്റഡ് പ്രിൻ്റുകൾ നിങ്ങൾക്ക് കിട്ടി. നമ്മുടെ മറ്റേ ബ്രോ പറഞ്ഞില്ലേ, ഞങ്ങൾ പ്രവാസികളെല്ലാം ഇത് കാണുന്നുണ്ടോ, നിങ്ങളിത് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ബ്രോ തന്നെ ഇതൊരു മറ്റൊരാളെ കാണാൻ പ്രേരിപ്പിക്കുന്നൊരു സാധനമാണ്, അല്ലെങ്കിൽ കുറ്റബോധം ഇല്ലാത്ത ടെലിഗ്രാമിലുണ്ട് അവിടെ ഉണ്ട് എന്നുള്ള സാധനമല്ലേ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ ദ പണിഷ്മെൻറ്റ് ഫോർ മൂവി പൈറസി ഇൻ ഇന്ത്യ ഈസ് അപ് ടു 3 years ഇൻ പ്രിസൺ, 3 വർഷം ജയിൽ ശിക്ഷയും, ആൻഡ് എ ഫൈൻ അപ് ടു 5% ഓഫ് ദി ഫിലിം പ്രൊഡക്ഷൻ കോസ്റ്റ്. സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ 5% നിങ്ങൾ പിഴയായി കൊടുക്കേണ്ടി വരും. ദ സിനിമോട്ടോഗ്രാഫ് അമെൻമെൻറ്റ് ആക്ട് 2023 വിച്ച് വാസ് പാസ്ഡ് ബൈ ലോക്സഭ. സിനിമോട്ടോഗ്രാഫ് അമെൻമെൻറ്റ് 2023 ലോക്സഭയിൽ പാസ്സാക്കിയ നിയമപ്രകാരം ക്രിമിനലൈസ്ഡ് പ്രൈവസി ആൻഡ് ഇൻട്രൊഡ്യൂസ് ദീസ് പെനാൽറ്റീസ്. ഈ ഒരു പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. ദി ലോ ഓൾസോ അലൗസ് ഫോർ ബോത്ത് ഇമ്പോസ്മെൻറ്റ് ആൻഡ് ഫൈൻ ടു ബി ഇമ്പോസ് ടുഗദർ. ഇത് 3 വർഷം തടവോ അല്ലെങ്കിൽ സിനിമയുടെ ഇത്ര % പിഴയോ അല്ലാതെ ഇത് രണ്ടും കൂടെ കൊടുക്കാനും കോടതിക്ക് അധികാരമുണ്ട്. അതായത് മൊത്തത്തിൽ 3G ആയിട്ടിരിക്കേണ്ടി വരുമെന്നാണ് ഇതിൻ്റെ ഒരു സാരാംശം. ഇത് മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ക്രാപ്പൊന്നും പ്രൊമോട്ട് ചെയ്യാതിരിക്കുക, നിങ്ങൾ പൈറസിയിലേക്ക് പോകാതിരിക്കുക. സിനിമ കാണണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ കാണാൻ പൈസ ഇല്ലയോ, OTTയിൽ അവർ റിലീസ് ചെയ്യും, അപ്പോൾ OTTയിൽ ഇരുന്ന് കാണുക. അല്ലാതെ ഇത്തരത്തിൽ ഫേക്ക് പ്രിൻ്റുകൾ ഇതാക്കി ഇപ്പോൾ മലയാള സിനിമ ഒന്ന് കുതിച്ച് കയറുന്നതേ ഉള്ളൂ. അപ്പം തന്നെ അടിച്ച് താക്കുന്ന ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ മാർക്കോ മൂവി കണ്ട ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ടിക്കറ്റ് കിട്ടുമ്പോൾ സമയം കിട്ടിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടിട്ട് ഞാനും എൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും. അപ്പോൾ ഈ പൈറസിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ പൈറേറ്റഡ് പ്രിൻ്റുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടതിന് ശേഷം, ഇപ്പോൾ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്, അതിനുശേഷം എനിക്കിത് തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു മൂവിയുടെ ഫീൽ നഷ്ടപ്പെടുമെന്നും മനസ്സിലാക്കി ഞാനത് നിർത്തി. ഞാൻ ഇപ്പോൾ കാണാറേ ഇല്ല, പൈറേറ്റഡ് പ്രിൻ്റ് ഞാൻ കാണാറേ ഇല്ല. നിങ്ങളിൽ എത്ര പേര് പൈറേറ്റഡ് പ്രിൻ്റ് കണ്ടിട്ടുണ്ട്? ഇപ്പോൾ ആരൊക്കെ അതിൽ നിന്നും മോചിതരായി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. സഭ്യമായ ഭാഷയിൽ മാത്രം മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരാം. ബൈ.